അരനൂറ്റാണ്ടിലേറെ നീളുന്ന നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ പൊതുജീവിതത്തിന് ഉടമയാണ് LDF കൺവീനറാകുന്ന TP രാമകൃഷ്ണൻ. വിദ്യാർത്ഥിയായിരിക്കെ KSF താലൂക്ക് സെക്രട്ടറി പദവിയിൽ തുടങ്ങി LDF കൺവീനർ സ്ഥാനത്തെത്തുമ്പോൾ നിരവധി സമര പോരാട്ടങ്ങളിലൂടെയാണ് TP രാമകൃഷ്ണൻ എന്ന തൊഴിലാളി നേതാവ് രൂപപ്പെട്ടത്. നിലവിൽ പേരാമ്പ്ര MLAയും CITU സംസ്ഥാന പ്രസിഡന്റുമാണ്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായും പ്രവർത്തന മികവ് തെളിയിച്ചു. കോഴിക്കോട് പേരാമ്പ്ര നമ്പ്രത്തുകരയിലെ കർഷക കുടുംബത്തിൽ ശങ്കരൻ്റെയും മാണിക്യത്തിൻ്റെയും മകനായാണ് TP രാമകൃഷ്ണൻ്റെ ജനനം. കർഷക തൊഴിലാളികളുടെ വേദനകൾ അടുത്തറിഞ്ഞ കുട്ടിക്കാലം. വിദ്യാർത്ഥിയായിരിക്കെ 1969 KSFൻ്റെ കൊയിലാണ്ടി താലൂക്ക് സെക്രട്ടറി പദവിയിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങിയ നേതൃത്വയാത്ര നിലവിൽ CITU സംസ്ഥാന പ്രസിഡന്റ്, പേരാമ്പ്ര MLA എന്ന പദവികളിൽ തുടരുന്നു. വിവാദങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഇടവരുത്താതെയുള്ള ഈ യാത്രയിലാണ് TPയെ തേടി LDF കൺവീനർ എന്ന ചുമതല കൂടി വന്നെത്തിയത്. 1970 മുതൽ ട്രേഡ് യൂണിയൻ മേഖലയിലും കർഷക തൊഴിലാളി സംഘടനയിലും സജീവം. 68 CPIയും അംഗമായി. കീഴരിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം, കടിയങ്ങാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പേരാമ്പ്ര ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ CPIയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. 3 തവണ പേരാമ്പ്ര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. ഒന്നാം പിണറായി സർക്കാരിൽ തൊഴിൽ എക്സൈസ് മന്ത്രിയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. തൊഴിലാളികൾക്കും പാർട്ടി അണികൾക്കും സുരക്ഷിതത്വവും വിശ്വാസവും ഉറപ്പാക്കിയുള്ള സംഘടനാ ജീവിതം. ഈ യാത്രയിൽ 1972 കുടികിടപ്പ് സമരവും അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസവും മിച്ചഭൂമി സമരവും TP രാമകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പ്രവർത്തകരിൽ കൂടുതൽ പ്രിയപ്പെട്ടവനാക്കി. അടിയന്തരാവസ്ഥക്കാലത്ത് പിടിയിലായ TP രാമകൃഷ്ണൻ കക്കയം ക്യാമ്പിൽ കൊടിയ മർദ്ദനത്തിനിരയായി. ഇടതുപക്ഷത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും വർഗീയ ശക്തികളുമെല്ലാം കൈകോർത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മുന്നണിയെ നയിക്കാനുള്ള ദൗത്യം TP രാമകൃഷ്ണൻ ഏറ്റെടുക്കുന്നത്. AK ലതീഷ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.